കരഞ്ഞു മടുത്തോ നിങ്ങൾ? നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു തോന്നലാണോ നിങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നത്? നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ? നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങളുടെ ആ ഫ്രണ്ട്സ് സർക്കിളിനകത്തും നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ? നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ഇന്നലകളിൽ കരഞ്ഞ ഏതു വിഷയത്തിനും ആ വിഷയങ്ങൾക്കും മറുപടി തരാൻ എൻ്റെ ദൈവം ഉണ്ട് പ്രിയരെ. നിങ്ങളുടെ കണ്ണുനീരിന് വേഗത്തിൽ മറുപടി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരാനാണ് യേശു ക്രൂശിൽ കയറിയത്. ഇന്ന് നിങ്ങൾ കരഞ്ഞു മടുത്ത ഈ വിഷയത്തിനുണ്ടല്ലോ, വേഗത്തിൽ യേശുവിൽ കൂടെയുള്ള വിടുതലും ആശ്വാസവും ദൈവം നിങ്ങൾക്ക് നൽകും. ഒരിക്കലും നിങ്ങൾ തകർന്നു പോകില്ല. നിങ്ങളെ അറിയുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഈ ഭൂമിയിൽ ആരും കണ്ടില്ലെന്ന് വരാം. നിങ്ങളെ സ്നേഹിക്കേണ്ടവരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരും സഹായിക്കേണ്ടവരും സംസാരിക്കേണ്ടവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളൊരു കോണിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറിയേക്കാം. സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കായി മാറിയേക്കാം. അവർക്കൊരു ഭാരമായി, വേദനയായി നിങ്ങൾ മാറിയേക്കാം. എന്നാൽ ഇന്ന് നിങ്ങൾ കരഞ്ഞു മടുത്ത, കണ്ണുനീര് വറ്റിയ വിഷയത്തിന് ഒരു നാള്, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു നാള് നിങ്ങൾക്കുണ്ടാകും. ആ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഒരു ക്രിസ്തു ഭക്തനെ നിലനിർത്തിയിരിക്കുന്നത്. ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഈ വിഷയത്തിന് പരിഹാരം കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളതാണ്. ആധാരമായി വെളിപ്പാട് പുസ്തകത്തിൽ 21 അധ്യായം 4 വാക്യമാണ്. വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. കണ്ടോ? അവൻ അവരുടെ കണ്ണിൽ നിന്നും. ആരാണ് അവൻ? ആരാണ് അവർ? അവരുടെ എന്നുദ്ദേശിക്കുന്നത്, അവൻ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. അവരുടെ കണ്ണിൽ നിന്നും എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നാം ഓരോരുത്തരുമാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം, ഇത് വ്യക്തിപരമായി നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമാണ്. പ്രിയരെ, ഈ ഭൂമിയിൽ മടുത്ത വിഷയം, ഈ ഭൂമിയിൽ കരഞ്ഞ് കണ്ണു കലങ്ങി കണ്ണീർ വറ്റിയ വിഷയം, നിന്റെ ദൈവം എവിടെ എന്ന് പലരും നിന്നോട് ചോദിച്ചേക്കാം. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും ഉപവസിച്ചിട്ടും, ഇത്രയും കരഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിനൊരു മറുപടി കിട്ടുന്നില്ല? നിന്റെ ദൈവം എവിടെ? എന്താണ് നിന്റെ ദൈവം പ്രവർത്തിക്കാത്തത് എന്ന് നിങ്ങളുടെ വീട്ടിൽ പോലും, സഹോദരങ്ങൾ പോലും, ഒരുപക്ഷെ ഭർത്താവോ ഭാര്യയോ ചോദിച്ചേക്കാം. ഇത്രയും തീവ്രമായ വിശ്വാസം കൊണ്ടു നടന്നിട്ടും എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? ഈ വിഷയത്തിൽ ഒത്തിരി കരയുന്നുണ്ടാകാം. മക്കളെ ഓർത്ത്, കുടുംബജീവിതത്തിലെ ചില പാകപ്പിഴവുകളെ ഓർത്ത്, ഒരുപക്ഷെ നിന്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തെ ഓർത്ത്, ഒരുപക്ഷെ നിന്റെ ജോലി മേഖലയിലുള്ള ആ വലിയ പ്രയാസങ്ങളെ ഓർത്ത്, നാളെ ഓർത്ത്, കടമായാലും രോഗമായാലും ഏതോ തകർച്ചകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം, യേശുവിൽ കൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, ഇപ്പോഴുള്ളതും കഴിഞ്ഞുപോയതും മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണല്ലോ. എന്നാൽ മേലാൽ സംഭവിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് യോഹന്നാനിൽ കൂടെ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ സഭയോട് ദൂത് പറയുന്ന സമയത്ത് പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും ഈ ഭൂമിയിൽ ഉണ്ടാകും. ഇന്ന് കാണുന്ന ഈ ഭൂമിയും ഇന്ന് കാണുന്ന ആകാശവും ചുരുട്ടി തീക്കകത്തേക്ക് ഇട്ടിട്ട് പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും എന്നതിൻ്റെ ഒരു പ്രവചന നിവർത്തി എന്ന പോലെയുള്ള വാക്യമാണ് ഈ 21 അധ്യായം. അന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന യേശുവിൻ്റെ മക്കളായിരിക്കുന്ന
ഞാനും നിങ്ങളും ആ കർത്താവിൻ്റെ കൂടെ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർമ്മമാണ് നാം ഇന്ന് പകൽ വായിച്ചത്. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് എല്ലാം തുടയ്ക്കും. എൻ്റെ പ്രിയരെ, അവിടെ ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളി കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും മരണവും ദുഃഖവും ഒന്നും ഇല്ലെന്ന്. അപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കാം, അങ്ങനെയാണെങ്കിൽ അവിടെ കണ്ണുനീരുണ്ടോ? കണ്ണുനീരുണ്ടെങ്കിലല്ലേ യേശു നമ്മുടെ കണ്ണുനീർ അവിടെ തുടയ്ക്കൂ. അതിൻ്റെ ആത്മീയ അർത്ഥം എനിക്ക് മനസ്സിലായത്, ഈ ഭൂമിയിൽ വെച്ച് നീ കരഞ്ഞത്, ഈ ഭൂമിയിൽ വെച്ച് നിലവിളിച്ചത്, ഈ ഭൂമിയിൽ വെച്ച് നീ ദൈവസന്നിധിയിൽ വ്യാകുലപ്പെട്ടത്, കണ്ണിൽ നിന്നു കുടുകുടാ ഒഴുകിയ കണ്ണുനീരുണ്ടല്ലോ, അവിടെ വെച്ച് കർത്താവ് തുടച്ച് കളയും. ഇനി കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു രാജ്യം നമുക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടുമ്പോൾ ആ മഹത്വത്തിൽ നമുക്ക് പ്രത്യാശിക്കാം, നമുക്ക് സന്തോഷിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ഇന്നലകളിലെ കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവങ്ങളെ മറക്കുമാറാക്കുന്ന ദൈവം ഒരു കാര്യവും ഓർമ്മ വയ്ക്കാത്ത നിലയിൽ, ഓർക്കാത്ത നിലയിൽ മറക്കുമാറാക്കുന്ന ദൈവത്തെക്കുറിച്ച് കാണാൻ കഴിയും. യെശയ്യാവ് 65:17 വായിക്കുന്നത് ഇങ്ങനെയാ, അവൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചു, പഴയതെല്ലാം മറക്കുമാറാക്കുന്നു. അതേ പ്രിയരെ, ഇന്നനുഭവിക്കുന്ന ഈ കഷ്ടതയും ഇന്നനുഭവിക്കുന്ന ഈ വേദനയും മറക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതൊക്കെ മറക്കും നിങ്ങൾ. ഇന്ന് മറക്കാൻ പറ്റത്തില്ലായിരിക്കും, ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? എന്താ കാര്യം? ജീവിതത്തിൽ കയറി വരുന്ന കഷ്ടതയും പ്രയാസവും കണ്ണുനീരായി മാറുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. പലരും എന്നോട് പറയാറുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാ, തലേണ മുഴുവനും നനഞ്ഞു, അത് വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം കയ്യിലേക്ക് തല വെച്ച് കിടന്നുറങ്ങുന്ന എത്രയോ രാത്രികൾ. എൻ്റെ പ്രിയരെ, ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പറ്റാത്ത ഒരു രാത്രിയാണെങ്കിൽ ഈ പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് രാത്രിയിൽ നിങ്ങൾ കരയുന്ന വിഷയങ്ങൾ ഓർത്തു വെച്ചിട്ട് ഇതെല്ലാം മറന്നുപോകുന്ന ഒരു സമയം മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ മറച്ചു വച്ചിട്ട് ആനന്ദം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും വിടുതൽ കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കുന്ന ഒരു ദിവസം എൻ്റെയും നിന്റെ മുമ്പിലുണ്ട്. അന്ന് ഇന്ന് നമ്മൾ നിലവിളിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം കർത്താവ് എടുത്തു കളയും, നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയും, മനസ്സിൽ നിന്ന് എടുത്തു കളയും. അത്ര സുന്ദരമായ ഒരു രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8:18 വായിച്ചത്, വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന്. എൻ്റെ പ്രിയരെ, ഈ ലോകത്തിലെ ചില കഷ്ടങ്ങളിൽ കൂടെ, നഷ്ടങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗതി പിടിക്കാതെ, ഒരു നന്മയുണ്ടാകാതെ നിങ്ങൾ കരയുന്നുണ്ടാകാം. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വിശ്വാസത്തിന് വേണ്ടി ഒത്തിരി ത്യാഗപരമായ ജീവിതമായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ നിങ്ങളുടെ ആ നൊമ്പരം അറിയുന്ന, ആ വേദന അറിയുന്ന, നിരാശ അറിയുന്ന എൻ്റെ കർത്താവ് പറയുകയാണ്, നമുക്ക് വരുവാനിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. ആ തേജസ് വിചാരിക്കുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കാണ് ആമൻ, ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന്. അതേ പ്രിയരെ, ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണാൻ നമുക്ക് കഴിയണമെങ്കിൽ വരുവാനുള്ള തേജസ് നാം വിചാരിക്കണം. ഇതിനേക്കാൾ പ്രൗഢമായ, ഇതിനേക്കാൾ അനുഗ്രഹമായ തേജസ് വാരി ഉടുത്തു നിൽക്കുന്ന ഒരനുഭവം നമ്മുടെ മുമ്പിൽ വരും പ്രിയരെ. അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിങ്ങൾ തകർന്നു പോകരുത്, ഈ പ്രതികൂലത്തിൽ നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, നിങ്ങളുടെ ജീവിതം മതിയെന്ന് വെക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു വലിയ അനുഗ്രഹം നിങ്ങൾക്ക് നൽകിത്തരും, ഈ വിഷയത്തിന് മറുപടി തരും. ഇന്ന് നിങ്ങൾ ഈ ഭാരപ്പെടുന്ന, നിങ്ങൾ പലരോടും മുട്ടിയിട്ട്, പലരോടും നിങ്ങൾ തുറന്നു പറഞ്ഞിട്ട് ഒരു വിടുതലില്ലാതെ എവിടെയോ നിങ്ങൾ അസ്വസ്ഥ അനുഭവിക്കുന്നില്ലേ, ഭാരപ്പെടുന്നില്ലേ, നിരാശപ്പെടുന്നില്ലേ? ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്ത് നിങ്ങളുടെ വീടിനകത്തൊരു
വലിയ വിടുതൽ അയക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സ്ഥിതികൾ മാറും. മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ഇടവരാതെ, നിങ്ങളെ നോക്കി നിൽക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളൊരു അനുഗ്രഹപാത്രമായി മാറും. അന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും. പ്രിയരെ, ഈ ഭൂമിയിൽ വെച്ച് ദൈവം നിങ്ങളെ മാനിക്കുമ്പോൾ തന്നെ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും യേശുവിനോടൊപ്പമുള്ള ആ വലിയ ജീവിതത്തിൽ, ആ പുതിയ യെരൂശലേമിൽ ഭർത്താവിനായി ഒരുക്കി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ വിശുദ്ധ നഗരത്തിൽ നാം ഒരുമിച്ച് പാർക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ എല്ലാം തുടച്ച് കർത്താവ് നീക്കും. അതുകൊണ്ട് പ്രത്യാശിക്കാം, അതുകൊണ്ട് സന്തോഷിക്കാം, അതുകൊണ്ട് ക്രിസ്തു ഭക്തരായ നമുക്ക് ഉറപ്പോടെ പറയാം, ഈ കഷ്ടം മാറുന്നൊരു ദിവസമുണ്ട്, ഈ പ്രയാസം മാറുന്നൊരു ദിവസമുണ്ട്, ഈ ആക്ഷേപങ്ങളും ഈ പരിഹാസങ്ങളും നീങ്ങിപ്പോകുന്ന ദിവസമുണ്ട്. എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അങ്ങ് മതിയായവനാണെന്ന് ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ഈ ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച സകല വിഷയങ്ങളും മറക്കുമാറാക്കുന്ന ഞങ്ങളുടെ ദൈവം, ആകയാൽ ഈ ലോകത്തിലെ കഷ്ടം ഞങ്ങൾക്ക് സാരമില്ലെന്ന് എണ്ണിയിട്ട് വരുവാനുള്ള തേജസ് ഞങ്ങൾ വിചാരിച്ച് മുമ്പോട്ട് പോകുവാൻ ഈ പ്രതിസന്ധിയിലും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണം, ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം, ഇവരുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തണം. ഈ സന്ദേശം ഇവരുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങൾക്കൊരു വിടുതൽ ദൈവം നൽകും. ഇന്ന് കരയുന്ന ഈ വിഷയത്തിന് ഒരു മറുപടി സ്വർഗം വെച്ചിട്ടുണ്ട്. ഭാരപ്പെടേണ്ട, വലിയ അനുഗ്രഹം നിങ്ങൾക്കായി സ്വർഗത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ നമുക്കൊന്നുകൂടെ പറയാം, ആമേൻ. വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ദിവസം നാളെ ഇതേ സമയം മറ്റൊരു സന്ദേശവുമായി നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.